morning students. Today our topic nominal rate of interest, real rate of interest and effective rate of interest. Previous ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് what is meant by simple interest. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഒരു ഫിക്സഡ് സമ്മിനെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം എങ്ങനെയായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമ്മളതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഫിക്സഡ് ബിഫോർ considering the inflation. If the interest rate is fixed before considering the inflation, it is called nominal interest rate. On the other hand, if we take inflation also into consideration, the interest rate assumed is called as real interest rate. അതായത് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻട്രസ്റ്റ് ഈസ് ഫിക്സഡ് ബിഫോർ കൺസിഡറിങ് ദ ഇൻഫ്ലേഷൻ പീരീഡിൽ ഉണ്ടായിരിക്കുന്ന ഇൻഫ്ലേഷൻ റേറ്റ് കൺസിഡർ ചെയ്യാതെ ആദ്യം ഫിക്സ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. ദെൻ അവിടെ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇഫ് യു ടേക്ക് ഇൻഫ്ലേഷൻ ഓൾസോ ഇൻ ടു കൺസിഡറേഷൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അസൈൻ ഈസ് കോൾഡ് ആസ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഉള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക, റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മൈനസ് ഇൻഫ്ലേഷൻ റേറ്റ്. ഇതാണ് നമുക്കിവിടെ ഇതിൽ എഴുതാനുള്ള ഫോർമുല. വാട്ട് ഈസ് മെന്റ് ബൈ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Real rate of interest is equal to nominal rate of interest minus inflation rate. മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്താണ് റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു, അതേപോലെ തന്നെ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് എന്താണെന്ന് പറയുന്നു. ഇവിടെ വാട്ട് ഈസ് മീൻ ബൈ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഫിക്സഡ് ബിഫോർ കൺസിഡറിങ് ദ ഇൻഫ്ലേഷൻ ഇറ്റ് ഈസ് കോൾഡ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫിക്സ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സെയിം ടൈം ഓൺ ദ അതർ ഹാൻഡ് ഇഫ് യു ടേക്ക് ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് ദെൻ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ ഫോർമുല എന്താ എഴുതണ്ടേ, റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ റേറ്റ്. Therefore, one of the example, if the nominal interest rate of a bond is 4% and the inflation rate is 2%, then real interest rate is equal to കണ്ടുപിടിക്കാനായിട്ട് പറയാണ്. If the nominal interest rate of a bond, ഒരു ബോണ്ടിന്റെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 4%, എന്നാൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 2% ആണെങ്കിൽ then real rate of interest is equal to 4% minus 2%. Answer is 2%. അതേപോലെ തന്നെ അനദർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എ ബാങ്ക് ലോൺസ് എ പേഴ്സൺ ₹2 lakh to purchase a house at a rate of interest is 3%, the nominal interest rate, and if the inflation rate is 2%, the real interest rate the borrower is paying is 1%. The real interest rate the bank is receiving 1%. അവിടെ ഇപ്പോൾ രണ്ട് എക്സാമ്പിളായി നമ്മൾ പറയണം. അതായത് ഒരു ബാങ്കർ ഒരു കസ്റ്റമർക്ക് ഒരു 20 lakh rupees ആണ് വായ്പയായിട്ട് കൊടുത്തിരിക്കുന്നത്, ലോൺ കൊടുത്തിരിക്കുന്നതെന്ന് കരുതാം. തീർച്ചയായിട്ടും അതിന് മുൻപ് തന്നെ അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം ഇൻഫ്ലേഷൻ റേറ്റ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് പണത്തിൻ്റെ മൂല്യത്തിൽ ഉണ്ടാകാവുന്ന വേരിയേഷൻസ്, ഇൻഫ്ലേഷൻ. ദെൻ അതായത് അന്ന് ₹1 ഉണ്ടായിരുന്നത് ഇന്ന് ₹10 എന്താ പറയുക, അതിൻ്റെ മൂല്യത്തിൽ ഉണ്ടാകാവുന്ന വ്യത്യാസം അത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അത് കൺസിഡർ ചെയ്യാതെ
നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഫിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ 2010 നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണേ വെച്ചാൽ 2010 നമ്മൾ 9%, 10% ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ 2015 ആകുമ്പോഴേക്കും ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇൻഫ്ലേഷനിൽ എന്ത് വ്യത്യാസം വരാം, രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം ഉണ്ടായിരിക്കാം. ആ വ്യത്യാസം കൺസിഡർ ചെയ്യാതെ തീർച്ചയായിട്ടും അവിടെ നമ്മൾ പറയുന്നുണ്ട് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 10% ആണ്, ഇൻഫ്ലേഷൻ റേറ്റ് 6% ആണെന്നുണ്ട് വെച്ചാൽ റിയൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോറോവർ ബാങ്കർക്ക് കൊടുക്കേണ്ട റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% മൈനസ് 6%, ആൻസർ ഈസ് 4%. ഇങ്ങനെയാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായി, അതേപോലെ തന്നെ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായി, ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത് ഇല്ലേ. 2 എക്സാമ്പിളിലും ആദ്യമായിട്ട് ലോൺ കൊടുക്കുന്ന സിറ്റുവേഷൻസിലോ ആദ്യമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്തോ നമ്മൾ ഫിക്സ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ പണത്തിൻ്റെ മൂല്യത്തിൽ ഉണ്ടാകാവുന്ന വേരിയേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന്. അപ്പോൾ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മൈനസ് ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എത്രയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ എന്താ, അപ്പോൾ ഫോർമുല നിങ്ങൾക്ക് ക്ലിയർ ആയി. റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മൈനസ് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ 2 എക്സാമ്പിളാണ് അവിടെ തന്നിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ് ഇനി ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചിലപ്പോൾ അതിൽ ചോദിക്കാം, ചില ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ ചോദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ഇഫക്റ്റീവ് റേറ്റ് ഈസ് ദ ആക്ച്വൽ റേറ്റ് എഴുതിക്കോളാം. ദ ഇഫക്റ്റീവ് റേറ്റ് ഈസ് ദ ആക്ച്വൽ റേറ്റ് that you earn on a investment or pay on a loan after the effect of compounding frequencies are considered. ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എത്രയാണോ സംഭവിച്ചിരിക്കണേ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇഫക്റ്റീവ്. ശരിയായിട്ട് റിയൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പറയാവുന്നതാണ് ഇത് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് റേറ്റ് ഈസ് ദ ആക്ച്വൽ റേറ്റ് ദാറ്റ് യു ഏൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. യഥാർത്ഥത്തിൽ നമ്മളൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് 5% ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 8% ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? അപ്പോൾ ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എന്താ പറയാം, ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാം. അപ്പോൾ ഇവിടെ നോക്കാം, ദ ഇഫക്റ്റീവ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ് റേറ്റ് ഈസ് ദ ആക്ച്വൽ റേറ്റ് ദാറ്റ് യു ഏൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് or pay on a loan after the effect of compounding frequencies are considered. Compounding frequencies are considered എന്ന് പറയുമ്പോൾ സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം നമ്മൾ 1 year പറയാറുണ്ട്, അതുപോലെ തന്നെ 6 months പറയാറുണ്ട്, ക്വാർട്ടർലി ഇൻവെസ്റ്റ്മെന്റ് പറയാറുണ്ട്, അതുമല്ലെങ്കിൽ ദെൻ മന്ത്ലി. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസീസ് ആർ കൺസിഡേർഡ്. ഒരു വർഷത്തിലെ 4 തവണയായിട്ടാണ് നമ്മൾ കൊടുക്കണേ വെച്ചാൽ നമ്മളതിനെ പറയും, അതിനെ ക്വാർട്ടർ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയും. ദെൻ 4 തവണയായിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ ഇഫക്റ്റീവ് റേറ്റ് എത്രയാണ്? ഇപ്പോൾ ഇഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ക്യുമുലേറ്റഡ് എമൗണ്ട്, ആ എമൗണ്ടിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ക്യുമുലേറ്റ് ചെയ്യുന്നത് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട്, അതായത് ഇപ്പം നമ്മളൊരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? 2 വർഷത്തേക്കാണോ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണേ എന്ന് വെച്ചാൽ 2 വർഷത്തേക്കാണ്. ചിലപ്പോൾ 7% ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും 7% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? അപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ നമ്മൾ ഇൻട്രസ്റ്റ് ക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഹാഫ് ഇയർലി ക്യുമുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ 4 തവണയായിരിക്കും നമുക്കത് അതിൻ്റെ ക്യുമുലേറ്റ് ചെയ്ത് തരാം അല്ലേ. 2 വർഷം എന്ന് പറയുമ്പോൾ 6 മാസം, 1 year, 1.5, 2 year. അപ്പോൾ 4 തവണയായിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് പോകുന്നുണ്ടാവുക. അങ്ങനെ ക്യുമുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇഫക്റ്റീവായിട്ട് എത്രയാണ് നമുക്ക് 6 എന്ന് പറയുന്നത് 7% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കണേ വെച്ചാൽ അതിനെയാണ് എന്താ പറയുക, ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കാം. ഇഫക്റ്റീവ് റേറ്റ് ഈസ് ദ ആക്ച്വൽ റേറ്റ്
that you earn on investment or pay on a loan after the effect of compounding frequencies are considered. The effective rate of an investment will always be higher than the nominal or stated interest rate when interest is compounded more than once per year. As the number of compounding periods increases, the difference between the nominal and effective rate will also increases. അതായത് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോമ്പൗണ്ട് ചെയ്യാനുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് അതേ സമയം തന്നെ ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത. അതായത് 7% ഇൻട്രസ്റ്റ് റേറ്റിലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണേന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് 7.1 7.2 ഒക്കെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം എന്തായാലും അവിടെ ഇഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് ആദ്യം ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും മിക്കവാറും എന്ത് വരിക, ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇഫക്റ്റീവ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓർ പേ ഓൺ എ ലോൺ. നമ്മൾ ലോൺ അടയ്ക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനിവിടെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് മീൻഡ് ബൈ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അപ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കാണുന്നുണ്ടല്ലോ, ഇഫക്റ്റീവ് റേറ്റ് അല്ലെങ്കിൽ ഒപ്പം എഴുതുക. Effective rate of interest is equal to effective rate of interest is equal to 1 plus I divided by n all raised to n minus 1. ഇതാണ് ഫോർമുല കൊടുത്തിരിക്കുന്നത്. 1 plus I by n all raised to n. സാധാരണ രീതിയിൽ നമ്മൾ ഇതുപോലെ കൊടുത്താലും മതി കേട്ടോ. A is equal to P into 1 plus R by n all raised to n എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എമൗണ്ട് കണ്ടുപിടിച്ച് അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഒന്നുകിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇഫക്റ്റീവ് ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. ഒന്ന് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1 plus I by n all raised to n minus 1. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 plus I by n all raised to n minus 1. 1 plus I by n all raised to n minus 1 is called as effective rate of interest, where I is the interest rate. സാധാരണ നമ്മൾ പറയുന്ന I എന്ന് പറയുന്നത് ഇവിടെ where എഴുതി വയ്ക്കുക. വേർ ഐ ഈസ് ഈക്വൽ ടു, ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഐ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഐ ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ സാധാരണ ഐനെ ഡിനോട്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതുമല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. ആർ, സ്മോൾ ലെറ്റർ ആർ ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിലെന്താ അറിയാത്തത് നോക്കാം. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 1 plus I by n all raised to n minus 1. I is equal to interest rate. I is equal to interest rate or R. N is equal to number. N is equal to number of compounding period. N is equal to number of compounding period. Number of compounding period. അതായത് ഇപ്പം നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ് എന്ന് പറയാനുള്ള കാരണം ഒരു വർഷത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഹാഫ് ഇയർലി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്പർ ഓഫ് പീരീഡ് എന്ന് പറയുന്നത് 2 ആയിട്ട് മാറും. അല്ലെ, 1 ഇയറിൽ തന്നെ ക്വാർട്ടർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പീരീഡ് എന്ന് പറയുന്നത് 4 ആയിട്ട് മാറും. മന്ത്ലി ആണെന്ന് പറയുകയാണെങ്കിൽ അത് 12 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത് ഇയർലി ആണോ, സെമി ഇയർലി ആണോ, ക്വാർട്ടർലി ആണോ, മന്ത്ലി ആണോ, ഇതിനൊക്കെ അനുസരിച്ച് എന്ത് മാറാനായിട്ട് സാധ്യതയുണ്ട്, എൻ മാറാനായിട്ട് സാധ്യതയുണ്ട്.
അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഫോർമുല ഇത്ര മാത്രം. ഇഫക്റ്റീവ് ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അതല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനോ ചിലപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കും. വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഫോർമുലയല്ല, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറയും. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1 + i/n all raised to n - 1. ഈ ഫോർമുല പഠിച്ചു വെക്കുക. ഒന്നുകൂടെ ഞാൻ 2-3 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ബൈ ഹാർട്ട് ആക്കാം. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1 + i/n all raised to n - 1. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ വരാവുന്ന ചില പ്രോബ്ലംസിലേക്ക് കടക്കാം. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ചില പ്രോബ്ലംസിലേക്ക് കടക്കാം. Then first problem, what effective rate അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവും. അതായത് 1 + i/n all raised to n - 1 എന്ന ഫോർമുല എഴുതി. I is equal to interest rate, n is equal to number of compounding period. In what effective rate will a stated annual rate of 6% yield when compounded semi-annually. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ വായിക്കാം. വാട്ട് ഇഫക്റ്റീവ് റേറ്റ് വിൽ stated annual rate of 6% yield when compounded semi-annually എന്ന് പറയുന്നുണ്ട്. അതിൽ പി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ നമുക്ക് കറക്റ്റായിട്ട് 6% ഇൻട്രസ്റ്റ് റേറ്റോടുകൂടി ഒരു കുറച്ച് എമൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത്. സെയിം ടൈം അവിടെ പറയുന്നുണ്ട് 6% ഇൻട്രസ്റ്റ് റേറ്റോടുകൂടി സെമി ആനുവലി. ആ വേർഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സെമി ആനുവലി എന്ന് പറയുമ്പോൾ അർദ്ധവാർഷികം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിൻ്റെ മീനിങ്. സെമി ആനുവലി. അപ്പോൾ അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ 6 months ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 6 months കൺസിഡർ ചെയ്തുകൊണ്ട് എത്രയായിരിക്കുമെന്ന് നോക്കണം. 6 months കൺസിഡർ ചെയ്തുകൊണ്ട് എത്രയായിരിക്കുമെന്ന് കൺസിഡർ ചെയ്യണം. അങ്ങനെ ഇവിടെ സെമി ആനുവലി, അവിടെ വാട്ട് ഇഫക്റ്റീവ് റേറ്റ് വിൽ സ്റ്റേറ്റഡ് annual rate of 6% yield when compounded semi-annually. Formula, then effective rate is equal to, in the formula, effective rate is equal to 1 + i/n all raised to n - 1. ഇവിടെ n എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് എന്നുള്ള അർത്ഥത്തിൽ n is equal to 2 times ആണ് നമുക്ക് n കൊടുക്കേണ്ടത്. n is equal to 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ r is equal to അല്ലെങ്കിൽ i is equal to 6% എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1 + i എന്ന് പറയുമ്പോൾ i എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 6%. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ മാറ്റി എഴുതാണ് കേട്ടോ. 6% എന്ന് പറയുമ്പോൾ എപ്പോഴും 6%-നെ പെർസെൻറ്റേജിലായിരിക്കും തന്നിരിക്കുക. അപ്പോൾ 6% എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? 0.06 എന്ന് എഴുതാം. 0.06 എന്ന് എഴുതാനുള്ള കാരണം എന്താ? ദെൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എപ്പോഴും പെർസെൻറ്റേജിലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ടാവുക. 6% എന്ന് പറയുമ്പോൾ ആ പെർസെൻറ്റേജ് അങ്ങോട്ട് കളയുകയാണെന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ 100. ദാറ്റ് മീൻസ് 0.06. Then 1 + 0.06 divided by n. Number of years എന്ന് പറയുന്നത്, number of period എന്ന് പറയുന്നത് സെമി ആനുവലി ആണ്. Then n is equal to 2 എന്ന് പറയുന്നുണ്ട്. Therefore 2. Then all raised to 2 - 1. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 0.06നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Then 1 + 0.03
all raised to 2 minus 1. That means 1.03 all raised to 2 minus 1. അതായത് 1.03 into 1.03 രണ്ട് തവണ ചെയ്ത് നോക്കാം. ദെൻ ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് -1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.609. നമുക്ക് കിട്ടുന്ന ആൻസർ 0.0609 ആണ് കേട്ടോ. 06 ഉണ്ടാവും. ദെൻ therefore into 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ then 6.09 ഉണ്ടാവും. 6.09%. ഇങ്ങനെയായിരിക്കും ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് വാട്ട് ഇഫക്റ്റീവ് റേറ്റ് വിൽ ബി സ്റ്റേറ്റഡ് ആനുവൽ റേറ്റ് ഓഫ് 6% yield when compounded semi annually. ഇഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇഫക്റ്റീവ് റേറ്റ് ഈസ് ഈക്വൽ ടു 1 plus I by n all raised to n minus 1. Therefore I is equal to rate of interest. I is equal to 6%. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6% ആണെങ്കിൽ then I is equal to 6. n is equal to number of എന്താ പറയുക കോമ്പൗണ്ടഡ് പീരീഡ് ആണ്. നമ്പർ ഓഫ് കോമ്പൗണ്ടഡ് പീരീഡ് എന്ന് പറയുമ്പോൾ 2. then അവിടെ സെമി ആനുവലി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെമി ആനുവലി എന്ന് പറയുമ്പോൾ ആനുവലി 2 times ആയിരിക്കും. therefore n is equal to 2. then -1 ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 plus 0.06 divided by 2 all raised to 2 minus 1. Answer is 0.0609. That means 6.09%. That means 6.09%. Clear ആയല്ലോ? ഇത്തരത്തിൽ നമുക്കൊരു 3-4 പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഞാനിവിടെ മാറ്റുന്നുണ്ട്. മുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവരും എഴുതിയെടുക്കാം. വാട്ട് ഇഫക്റ്റീവ് റേറ്റ് will stated annual rate of 6% yield when compounded semi annually. ഈ പ്രോബ്ലം എഴുതിയെടുത്തിട്ട് ഇത് സോൾവ് ചെയ്തിരിക്കാം. ദെൻ ഇഫക്റ്റീവ് റേറ്റിൽ നെക്സ്റ്റ് വൺ ഇഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1 plus I by n all raised to n minus 1. ഇപ്പോൾ ക്ലിയർ ആയി. അപ്പോൾ എല്ലാവർക്കും അത് പറയാനായിട്ട് കിട്ടുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാനിവിടെ എഴുതുന്നത് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Effective rate of interest. Effective rate of interest is equal to formula 1 plus I by n all raised to n minus 1. Then നമുക്ക് തന്നിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് what effective rate would you get if the advertisement says 6% compounded monthly? Another question ഞാൻ എഴുതാം. What effective rate? Second question. What effective rate? What effective rate would you get? What effective rate would you get if the advertisement says advertisement says 6%. Advertisement says 6% compounded monthly. Compounded monthly. ഇതും ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിരിക്കണമെന്ന് മാത്രം. വാട്ട് ഇഫക്റ്റീവ് റേറ്റ് വുഡ് യു ഗെറ്റ് ഇഫ് ദ അഡ്വർടൈസ്മെന്റ് സേസ് 6% കോമ്പൗണ്ടഡ് മന്ത്ലി? അപ്പോൾ ശരിക്കും 6% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ഈ 6% എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ശതമാനമായിരിക്കും അതിന് ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. വാട്ട് ഇഫക്റ്റീവ് റേറ്റ് വുഡ് യു ഗെറ്റ്? ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? വാട്ട് ഇഫക്റ്റീവ് റേറ്റ് വുഡ് ഗെറ്റ് ഇഫ് ദ അഡ്വർടൈസ്മെന്റ് സേസ് 6% കോമ്പൗണ്ടഡ് മന്ത്ലി? മന്ത്ലി ആണ് അവിടെ കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഇതുവരെ
ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. മന്ത്ലി എന്ന് പറയുന്നത് ചെയ്തിട്ടില്ല. അപ്പോൾ മന്ത്ലി ആണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാവുന്ന ഫോർമുല ഉപയോഗിക്കാം. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല എന്താ? 1 + I/n all raised to n minus 1. ഇവിടെ I എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് 6%. ഇപ്പോൾ ഈ പെർസെൻറ്റേജ് കളിയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു എത്രയായിട്ട് മാറും? 0.06. N ഈസ് ഈക്വൽ ടു മന്ത്ലി ആണ് അല്ല, N ഈസ് ഈക്വൽ ടു ഇയർലി എന്ന് പറയുമ്പോൾ ഇയർലി എത്ര മന്ത്സ് ആണ്? 12 മന്ത്സ് ആണ്. ദെൻ 12 ആയിരിക്കും N ആയിട്ട് വരിക. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Therefore 1 + I is equal to 0.06 divided by 12 all raised to 12 minus 1. Then answer is ഇന്ന് ആദ്യം 0.06നെ 12 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, സോറി ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത് നോക്കാം. ദെൻ 1 + 0.005 ആണ്. all raised to 12 minus 1. 1.005 all raised to 12 minus 1. ഇവിടെ നിങ്ങൾ 1.005 എന്ന് പറയുന്ന നമ്പറിനെ 12 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1.005 ഇൻറ്റു 1.005 ഇൻറ്റു 1.005 ഇങ്ങനെ 12 ടൈംസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അത് മൾട്ടിപ്ലൈ ചെയ്യാം. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിൽ നിന്ന് -1 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഈസ് 0.06168. ദാറ്റ് ഈസ് നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 0.06168 ഇൻറ്റു 100 ഇടുകയാണെങ്കിൽ 6.16 എന്നുള്ളത് 17 ആക്കിയിട്ട് നമുക്ക് എഴുതാം. 8 ആയതുകൊണ്ട് 17 ആക്കി എഴുതാം. അപ്പോൾ ഇഫക്റ്റീവ് 6% ആണ് എന്ന് പറഞ്ഞാൽ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് 6.17%. രണ്ട് പ്രോബ്ലം നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. Then next one is next question എന്ന് പറയുന്നത് find the effective rate of interest per annum you get if the interest is payable at the rate of 6% compounded quarterly. Compounded quarterly നമ്മൾ ഫസ്റ്റ് കേസിൽ ചെയ്താണ് 6% ഉള്ളത്. കോമ്പൗണ്ടഡ് അത് ആനുവലി ആണ് ചെയ്തിരിക്കുന്നത്. സെയിം ടൈം അതുപോലെ തന്നെ. The next one is third question. Find the effective rate of interest. Find the effective rate of interest. Find the effective rate of interest per annum. You get if the interest is payable. You get if the interest is payable at the rate of 6%
6% compounded quarterly. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ മെത്തേഡ് പ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് എന്താ? then effective rate of interest is equal to എന്താ ഫോർമുല? effective rate of interest is equal to 1 plus I by n all raised to n minus 1. വേറെ രീതിയിൽ നമുക്കിത് ചെയ്ത് നോക്കാം. ഇത് വേറെ രീതിയിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ സമ്മ് കാണുന്ന അതേ ഫോർമുല ഉപയോഗിക്കാം. A is equal to P into 1 plus R by n all raised to n. ഇത്രയും ചെയ്തതിന് ശേഷം ലാസ്റ്റ് അതിന് മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് പി. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാം. ദെൻ ഇവിടെ പി എന്ന് പറയുന്നത് ഒരു ബേസ് ഇല്ല, അതുകൊണ്ട് പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താക്കി എടുക്കാം? പി ഈസ് ഈക്വൽ ടു 100 ആയിട്ട് ബേസ് ആയിട്ട് എടുക്കാം. 100 ഇൻറ്റു 1 പ്ലസ് ആർ. ആർ എന്ന് പറയുന്നത് 6% ആണ്. 6%നെ 0.06 ആക്കി മാറ്റുന്നു. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ഓൾ റേസ് ടു എത്ര വർഷമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു വർഷത്തിന്. ഫൈൻഡ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം യു ഗെറ്റ് ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 6% കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. therefore 4 minus 100. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 100 ഇൻറ്റു 1 പ്ലസ് 4 1.5 വരില്ലേ? then 0.15 വരും. 0.015 വരും. all raised to 4 minus 100. 100 plus 1.015 all raised to 4 minus 100. Then answer is 106.14 minus 100 is equal to 6.14. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ രീതിയിലല്ലാതെ തന്നെ നിങ്ങൾ ഏത് ഫോർമുല ഇവിടെ എ ഇൻറ്റു നമുക്ക് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ സമ്മ് കണ്ടുപിടിക്കാറുണ്ട്. ആ സമ്മ് കണ്ടുപിടിച്ചതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് എ മൈനസ് പി. എ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ എൻ ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ എൻ ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ കണ്ടുപിടിക്കാനുള്ള സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഈ സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല എന്തായിരുന്നു? എ മൈനസ് പി എന്ന് പറയുന്നതാണ് ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എ മൈനസ് പി എന്നുള്ള രീതിയിൽ ഫോർമുല ഉപയോഗിച്ചു. ഞാൻ അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്തു. 6.14 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പോൾ 6.14 എന്ന് പറയുന്നതാണ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് ചെയ്ത പോലെ 1 പ്ലസ് ഐ ബൈ എൻ ഓൾ റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുന്ന ഫോർമുല ഇട്ടിട്ട് നമുക്ക് എന്ത് സോൾവ് ചെയ്താൽ മതി? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. Next one, if next question എന്ന് പറയുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എടുത്തിരുന്ന ടോപ്പിക്. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലെ if 7% interest, if 7% interest compounded if 7% interest compounded for times a year, 4 times a year, full stop, what will be the effective rate of interest? What will be the effective rate of interest? Effective rate of interest. Then ഇവിടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക.
ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഞാൻ ഇപ്പോൾ 2 പ്രോബ്ലം ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രോബ്ലം മാത്രം ആനുവൽ, അതായത് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു. അപ്പോൾ ശരിക്കും നിങ്ങൾ ഏത് ഫോർമുല മാത്രം ഉപയോഗിച്ചാൽ മതി, അതൊരു ടെക്നിക്കലി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. പക്ഷേ നമ്മൾ എങ്ങനെ മാത്രം ചെയ്താൽ മതി? ദെൻ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ERI. Effective rate of interest is equal to 1 plus I/n all raised to n minus 1. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് സോൾവ് ചെയ്യാം. ദെൻ ഇവിടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇഫ് 7% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഫോർ ടൈംസ് എ ഇയർ, അതായത് ആനുവലി 7% ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആനുവലി 7% ആണെങ്കിൽ കൂടെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത് ക്വാർട്ടർലി ആണ്, 4 ടൈംസ് ആണ് ക്വാർട്ടർലി കോമ്പൗണ്ടഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ദെർഫോർ ഇഫ് 7% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് 4 ടൈംസ് എ ഇയർ, വാട്ട് വിൽ ബി ദ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അങ്ങനെയാണെങ്കിലും ശരിയായിട്ടുള്ള രീതിയിൽ വാട്ട് വിൽ ബി ദ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ERI. ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് I/n all raised to n minus 1. Then I is equal to 7%. ഈ 7% എന്ന് പറയുന്നതിന് പേഴ്സൻറ്റേജ് കളയാന്നുണ്ടെങ്കിൽ I is equal to 0.07 എന്ന് എഴുതാം. I എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു 0.07. Therefore 1 plus 0.07 divided by 4 all raised to 4 minus 1. ഇത്രയും ക്ലിയർ ആണല്ലോ. ദെൻ 1 പ്ലസ് എന്ന് പറയുമ്പോൾ 0.07നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആ ഡിവൈഡ് ചെയ്തിട്ട് 1 കൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ 1 പ്ലസ് 0.07 ഡിവൈഡഡ് ബൈ 4 ദെൻ ഓൾ റേസ് ടു 4 എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് നോക്കാം. ദാറ്റ് മീൻസ് ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് -1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് ഇത്. ദാറ്റ് മീൻസ് അവിടെ ERI എന്ന് പറയുന്നത് ദെൻ അതായത് 0. ഇവിടെ ഇങ്ങനെ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.0719. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടേ 0.07നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആഡ് ചെയ്ത് ദെൻ ഓൾ റേസ് ടു 4 ഇട്ട് കഴിഞ്ഞാൽ ഓൾ റേസ് ടു 4 മൈനസ് 1. ആൻസർ ഈസ് 0.0719. ഇതിനെ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 100. ദെൻ ദെർഫോർ ആൻസർ ഈസ് 7.19%. അപ്പോൾ ആക്ച്വലി 7% ആണ് നമ്മളോട് പറഞ്ഞിരിക്കണമെങ്കിൽ കൂടെ, ആക്ച്വലി 7% ആണ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ കൂടെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7.19% ആണ് നമ്മുടെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ തമ്മിലുള്ള പ്രോബ്ലംസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്കിനി പഠിക്കാനുള്ളത് ആനുവിറ്റി ആൻഡ് പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആനുവിറ്റി ആൻഡ് പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നത് ആനുവൽ സമ്മിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പീരീഡ് ഇല്ലാതെ തന്നെ നമ്മൾ ബോണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കാലാവധി ഇല്ലാതെ തന്നെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് പെർപെറ്റ്യൂറ്റി എന്നൊക്കെ പറയാം. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നെക്സ്റ്റ് ടോപ്പിക് അതാണ്, ആനുവിറ്റി ആൻഡ് പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത്? റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആൻഡ് ദെൻ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ദെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഫിക്സഡ് ബിഫോർ കൺസിഡറിങ് ദ ഇൻഫ്ലേഷൻ റേറ്റ്. ഇൻഫ്ലേഷൻ റേറ്റ് കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ മുൻപ് തന്നെ ബാങ്കുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഫിക്സ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് നിങ്ങളുടെ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മൈനസ് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുക, റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു
Then first one is nominal rate of interest minus inflation rate is called as real rate of interest. അപ്പോൾ അതുവരെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിരിക്കുന്നത്. 1-2 എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം പിന്നെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എത്രമാത്രം നമ്മളൊരു എമൗണ്ട് കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ 7% എന്നോ 8% എന്നോ 9% എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് എത്രയാണോ അവൈലബിൾ ആയിരിക്കുന്നത്, എത്രയാണോ കിട്ടിയിരിക്കുന്നത്, ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഇഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്. നമ്മൾ 3-4 പ്രോബ്ലംസ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ ഫോർമുല ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു, എന്താ ഫോർമുല, ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1 + i/n all raised to n - 1. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരീഡ്സ് കോമ്പൗണ്ടഡ്, എത്രയാണോ കോമ്പൗണ്ട് ചെയ്യപ്പെടുന്ന നമ്പർ എന്ന് പറയുന്ന പീരീഡ്സിനെയാണ് n എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ തീർച്ചയായിട്ടും ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എല്ലായ്പ്പോഴും നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകം. നമ്മളിപ്പോൾ 3-4 പ്രോബ്ലം ചെയ്തതിലും 6% എന്നുള്ളത് 6 ആയി, 7% എന്നുള്ളത് 7.19% ആയി. അത് ആനുവലി ആണെങ്കിലും സെമി ആനുവലി ആണെങ്കിലും ക്വാർട്ടർലി ആണെങ്കിലും അവിടെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൻ്റെ പിറകിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളത് സോൾവ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആനുവിറ്റി ആൻഡ് പെർപ്പിറ്റ്യൂറ്റി ആണ്. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ആനുവിറ്റി ആൻഡ് പെർപ്പിറ്റ്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.